കർത്താവിന്റെ സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ വർഷത്തെ തിരുനാളാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള സുവിശേഷ പ്രഘോഷണത്തിന്റെ രണ്ടാമത്തെ ദിവസമാണിന്ന്. ബഹുമാനപ്പെട്ട ജോൺസൺ പുതുവില്ലച്ചനാണ് ഇന്നത്തെ വചന പ്രഘോഷണം നടത്തുന്നത്. അച്ഛനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അച്ഛൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകളും അച്ഛൻ്റെ ഔദ്യോഗിക രംഗത്ത് അച്ഛൻ ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഉന്നത സ്ഥാനങ്ങളും മറ്റ് ശുശ്രൂഷ മേഖലകളെ കുറിച്ചൊക്കെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. കാരണം അതൊന്നുമല്ല അച്ഛനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇവിടെ അച്ഛനെടുത്ത ഉന്നതമായ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസവും അച്ഛൻ വഹിച്ച വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നതമായ സ്ഥാനങ്ങളോ മറ്റ് ശുശ്രൂഷ മേഖലകളിലെ അച്ഛൻ്റെ മികവുകളൊന്നുമല്ല അച്ഛനെ വിളിക്കാൻ കാരണവും ഈ രാത്രി നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നിരിക്കാൻ കാരണവും ഒരു കാരണമേ ഉള്ളൂ. തമ്പുരാൻ വചനം പറയാൻ അച്ഛനെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം വാതുറക്കുമ്പോൾ കലപ്പില്ലാതെ അച്ഛൻ്റെ വായിലൂടെ വരുന്നു. അത് ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ അത് ഹൃദയസ്പർശിയായി വ്യാഖ്യാനിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു വിളി ബഹുമാനപ്പെട്ട അച്ഛനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ അച്ഛനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒറ്റ മേഖലയിൽ മാത്രമാണ്. ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മുടെ ഇടവകളിൽ മേജർ അതിരൂപതയിൽ അതിരൂപതയ്ക്ക് പുറത്തും തമ്പുരാന്റെ വചനം വളരെ ഹൃദയസ്പർശിയായി ഹൃദയത്തെ തൊടുന്ന രീതിയിൽ വചനം പ്രഭാഷണം നടത്തുന്ന ഒരു അനുഗ്രഹീത സുവിശേഷമാണ്. അച്ഛൻ ഇന്ന് വരുന്നതിൽ ഒന്ന് കരുതുന്നതാണ്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇപ്പോഴച്ഛനെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഇവിടെ വരാൻ പറ്റാത്ത രീതിയിലുള്ള ചുമതലകൾ അച്ഛനുണ്ട്. നമ്മുടെ മേജർ അതിരൂപതയുടെ MCAയുടെ അതിരൂപത ഡയറക്ടറാണ് അച്ഛൻ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള തിരക്കുകളുണ്ട്. ബാക്കി ഔദ്യോഗികമായിട്ട് പല ചുമതലകളും അച്ഛനുണ്ട്. എങ്കിലും ക്ഷണിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ വളരെ സന്തോഷത്തോടുകൂടി ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നു. ഇത് കഴിഞ്ഞിട്ട് തിരിച്ചതുപോലെ മടങ്ങി പോകാവുന്നതാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ തമ്പുരാന്റെ വചനം നമ്മളോട് പങ്കുവെക്കുവാനായിട്ട് സ്നേഹത്തോടെ സ്വാഗതം. വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിച്ച് തുടങ്ങാം. കൃപ നിറഞ്ഞ മറിയമേ, സമാധാനം ഇടപെടാവുന്നതോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. എൻ്റെ ഫലമായ നമ്മുടെ കർത്താവേ ശിശുക വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സ്നേഹിക്കും സ്നേഹമുള്ളവരെ, മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഒന്നാണ് മറവി. പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്നത് ചിലപ്പോഴൊക്കെ അനുഗ്രഹമാണ്. വികാരിയച്ഛൻ എന്നെ പ്രസംഗത്തിന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 2-3 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ഞാനൊരു 3 ദിവസം ഇവിടെ പ്രസംഗിച്ചു പെരുന്നാളിൽ തോമസ് പൂർണ്ണ അച്ഛനുള്ളപ്പോൾ. അച്ഛൻ പറഞ്ഞത് അതൊക്കെ ഇവർ മറന്നു കാണും, അച്ഛൻ ധൈര്യമായിട്ട് പോകാനെത്തുന്നു. അപ്പോൾ മറവിയുണ്ട്, അതൊരു അനുഗ്രഹമാണ് എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ആരംഭിക്കുകയാണ്. ദൈവം തൻ്റെ ജനത്തെ തന്നിലുള്ള വിശ്വാസത്തിൽ വളർത്തുവാൻ കാലാകാലങ്ങളിൽ പലതരത്തിലുള്ള
അടയാളങ്ങൾ നൽകിയിട്ടുണ്ട്. ദൈവം തന്നിലുള്ള വിശ്വാസത്തിൽ വളർത്തുവാനും വിശ്വാസ സമൂഹത്തിന് കാലാകാലങ്ങളിൽ പലതരത്തിലുള്ള അടയാളങ്ങൾ നൽകിയിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 8-ാം അധ്യായം 18-ാം വാക്യം. യെശയ്യാ പ്രവചനം അധ്യായം 8 വാക്യം 18. ഇങ്ങനെയാണ് വാക്യം: ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൽ നിന്നും ഇസ്രായേൽ ജനത്തിനുള്ള അടയാളങ്ങൾ ആകുന്നു. ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൽ നിന്നും ഇസ്രായേൽ ജനത്തിനുള്ള അടയാളങ്ങൾ ആകുന്നു. പ്രവാചകൻ പറയുകയാണ്, ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന അടയാളമാണ് പ്രവാചകനായ ഞാനും എൻ്റെ മക്കളും. എന്നെ കണ്ടിട്ട് ജനം ദൈവത്തിൽ വിശ്വസിക്കണം. പ്രവാചകനെ പഴയ നിയമത്തിൽ യഹോവ അടയാളമായി അവതരിപ്പിക്കുന്ന അനേകം സംഭവങ്ങൾ ഉണ്ട്. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. പ്രവാചകനെ ദൈവം അടയാളമായി അവതരിപ്പിക്കുന്ന ഒരു ഉദാഹരണം, അത് എസെക്കിയേൽ പ്രവചനം 12-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളാണ്. എസെക്കിയേൽ 12-1 മുതൽ. അത് വളരെ രസകരമായ ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാനത് തിരഞ്ഞെടുത്തത്. അവിടെ ദൈവം എസെക്കിയേൽ പ്രവാചകനോട് പറയും, മനുഷ്യപുത്ര. ദൈവം എസെക്കിയേൽ പ്രവാചകനെ എപ്പോഴും വിളിക്കുന്നത് ഈ പേരിലാണ്, മനുഷ്യപുത്ര എന്നാണ്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു തന്നെ വിളിക്കുന്ന പേരാണ് മനുഷ്യപുത്രൻ. പഴയ നിയമത്തിൽ ദൈവം എസെക്കിയേൽ പ്രവാചകനെ പലപ്പോഴും മനുഷ്യപുത്ര എന്ന് വിളിക്കും. അപ്പോൾ പ്രവാചകനോട് ദൈവം പറഞ്ഞു, മനുഷ്യപുത്ര, നീ വസിക്കുന്ന ഭവനം ധിക്കാരികളുടെ ഭവനമാണ്. അവർ കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. തുടർന്ന് ദൈവം പ്രവാചകനോട് പറഞ്ഞു, നീ ഒരു ഭാണ്ഡം ഉണ്ടാക്കണം, പ്രവാസികളുടെ ഭാണ്ഡം ഉണ്ടാക്കണം. എന്നിട്ട് അതുമെടുത്ത് എല്ലാവരും കാണുക, നീ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം, തെരുവിലൂടെ നടക്കണം, ഈ ഭാണ്ഡവും എടുത്ത്. സന്ധ്യയാകുമ്പോഴേക്ക് നീ നഗരത്തിൻ്റെ അതിർത്തിയിലെത്തും. നഗരത്തിൻ്റെ അതിർത്തിയിൽ ചുറ്റുമതിൽ കെട്ടിയിരിക്കുന്നു. പഴയ മതിലാണ്, ഇടിഞ്ഞു വീഴാറായ മതിലാണ്. ദൈവം പ്രവാചകനോട് പറയുന്നു, നീ നിന്റെ കൈകൊണ്ട് ഈ മതിലിൽ ഒരു ദ്വാരം ഉണ്ടാക്കണം. എന്നിട്ട് ഈ ദ്വാരത്തിലൂടെ നീ നൂഴിന് ഈ നഗരത്തിൻ്റെ പുറത്ത് മരുഭൂമിയിൽ ഇറങ്ങണം. എന്നിട്ട് രാത്രിയിൽ അതിലെ നടന്നു പോകണം. വളരെ വ്യത്യസ്തമായ കാര്യം ദൈവം പ്രവാചകനോട് പറയുകയാണ്. ദൈവം പറഞ്ഞതനുസരിച്ച് പ്രവാചകൻ ഭാണ്ഡമുണ്ടാക്കി, പ്രവാസികളുടെ ഭാണ്ഡം. അതും എടുത്തുകൊണ്ട് തെരുവിലൂടെ നടന്നു. സന്ധ്യയായപ്പോൾ നഗരാതിർത്തിയിലെത്തുന്നു, അതിൽ ദ്വാരമുണ്ടാക്കുന്നു, അതിലൂടെ പുറത്തു കടക്കുന്നു, മുന്നോട്ട് പോകുന്നു. പിറ്റേ ദിവസം ദൈവം വീണ്ടും പ്രവാചകനെ വിളിക്കുന്നു, മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ വസിക്കുന്ന ഭവനം ധിക്കാരികളുടെ ഭവനമാണ് എന്ന്. അവരിൽ ഒരാൾ പോലും നിന്നോട് ചോദിച്ചില്ല, അല്ലയോ പ്രവാചക, അങ്ങെന്താണ് ഈ ചെയ്യുന്നത്, എന്താണ് നിന്റെ അർത്ഥം? ഒരാൾ പോലും ചോദിച്ചില്ല. ഞാൻ ഈ ജനത്തിന് കൊടുക്കുവാനിരിക്കുന്ന വലിയ ഒരു ശിക്ഷയെക്കുറിച്ചുള്ള അറിയിപ്പായിരുന്നു നിന്റെ ഈ ഭാണ്ഡവുമായുള്ള യാത്ര. പലതവണ പ്രവാചകന്മാർ ഇസ്രായേൽ ജനത്തിന് മുന്നറിയിപ്പ് കൊടുത്തതാണ്, നിങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കും. ആ ശിക്ഷ ബാബിലോൺ അടിമത്വം എന്ന ശിക്ഷയാണ്. ബാബിലോണിലെ രാജാവ് വന്ന് നിങ്ങളെ തോൽപ്പിച്ച് നിങ്ങളുടെ ഇടയിൽ ആരോഗ്യമുള്ള സർവരെയും അടിമകളായി പിടിച്ചുകൊണ്ടു പോകും.
പോകുമ്പോൾ അത്യാവശ്യം വേണ്ടതൊക്കെ വാരിക്കെട്ടി ഭാണ്ഡമാക്കി അതും എടുത്തുകൊണ്ട് വേണം പോകാൻ. പ്രധാന വഴിയിലൂടെ ഒന്നും പോകാൻ പറ്റണമെന്നില്ല. പെട്ടെന്ന് പോകുവാൻ വേണ്ടി എളുപ്പ വഴിയിലെ കുറുക്കു വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ മുമ്പിൽ മതിലുകൾ ഉണ്ടെങ്കിൽ അത് തകർത്ത് അതിൻ്റെ മുമ്പിലൂടെ കടന്നു പോകണം. ഇങ്ങനെ വിജയിച്ച രാജാവ് ഈ നാട്ടിലെ ആരോഗ്യമുള്ള സർവ്വ മനുഷ്യരെയും അടിമകളായി ബാബിലോണിലേക്ക് കൊണ്ടുപോകും. ആ വലിയ ശിക്ഷ ഈ ജനത്തിന് നൽകപ്പെടാൻ പോകുന്നുവെന്ന് ഈ ജനത്തെ ബോധ്യപ്പെടുത്താൻ, ഈ ശിക്ഷയുടെ തീവ്രത തിരിച്ചറിഞ്ഞിട്ട് ഈ ജനം പാപത്തിൽ നിന്ന് പിന്തിരിയാൻ, ഈ ജനം എൻ്റെ പിന്നാലെ വരുവാൻ, എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ, അല്ലയോ പ്രവാചക, താങ്കളെ ഞാൻ ഈ ജനത്തിന് മുമ്പിൽ അടയാളമായി അവതരിപ്പിക്കുകയായിരുന്നു എന്ന് ദൈവം എസെക്കിയേൽ പ്രവാചകനോട് പറയുന്നു. അപ്പോൾ പ്രവാചകനെ ജനം അനുദപിക്കുവാൻ വേണ്ടി, ജനം ദൈവത്തെ വിശ്വസിക്കുവാൻ വേണ്ടി ഒരടയാളമായി ദൈവം അവതരിപ്പിച്ചു. പ്രകാരം ജനം ദൈവത്തെ വിശ്വസിക്കാൻ ദൈവം കൊടുത്ത പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായിരുന്നു പ്രവാചകന്മാർ. രാജാക്കന്മാരും ന്യായാധിപന്മാരും ഒക്കെ പല സന്ദർഭങ്ങളിൽ ജനത്തിന് മുമ്പിൽ അടയാളമായി നിന്നിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പുതിയ നിയമത്തിൻ്റെ ഇസ്രായേലാണ്. നമുക്ക് ദൈവത്തെ വിശ്വസിക്കുവാൻ വേണ്ടി ദൈവം എന്തടയാളമാണ് നൽകുക? പലതരം അടയാളങ്ങളുണ്ടാകാം. എങ്കിലും പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് പോലെയുള്ള പ്രവാചകന്മാരും രാജാക്കന്മാരും ഒന്നും ഇന്നില്ല. നമുക്ക് ദൈവത്തിൻ്റെ അടയാളമായി നമ്മുടെ മുമ്പിൽ വളരെ വ്യത്യസ്തമായ ഒരു അടയാളമാണ് നമുക്ക് ദൈവത്തെ വിശ്വസിക്കുവാനായിട്ട് ദൈവം നൽകുന്നത്. ആ അടയാളം ഞാൻ പഴയ നിയമത്തിൽ നിന്ന് തന്നെ കണ്ടെത്തുകയാണ്. യെശയ്യാ പ്രവചനത്തിൻ്റെ 7-ാം അധ്യായത്തിൽ നിന്നാണ് ആ അടയാളം മനസ്സിലാക്കുവാനായിട്ട് കഴിയുക. യെശയ്യാ പ്രവചനത്തിൻ്റെ 7-ാം അധ്യായം മനസ്സിലാക്കാൻ ഇസ്രായേലിൻ്റെ ഒരു ചെറിയ ചരിത്രം നമ്മൾ അറിയണം. ഈജിപ്തിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനത്തെ മോശയുടെ നേതൃത്വത്തിൽ കാനാൻ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം കാനാൻ നാട്ടിൽ 2 ഗ്രൂപ്പുകളായിട്ട് മാറും. 2 രാജ്യങ്ങളായിട്ട് അവർ വിഭജിക്കപ്പെട്ടു. ഒരു രാജ്യത്തിൻ്റെ പേര് യൂദയ എന്നും മറ്റേ രാജ്യത്തിൻ്റെ പേര് ഇസ്രായേൽ എന്നുമായിരുന്നു. യൂദയായും ഇസ്രായേലും. യൂദയ വലിയ രാജ്യം, ഇസ്രായേൽ ചെറിയ രാജ്യം. ഇവർ 2 രാജ്യങ്ങളായി മാറിക്കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ എപ്പോഴും ശത്രുതയാണ്. ഇടയ്ക്കിടയ്ക്ക് യുദ്ധമുണ്ടാകും. യുദ്ധമുണ്ടായാൽ വിജയിക്കുന്നത് വലിയ രാജ്യമായ യൂദയ, തോൽക്കുന്നത് ചെറിയ രാജ്യമായ ഇസ്രായേൽ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് വേറെ ഏത് രാജ്യത്തോട് തോറ്റാലും അവർക്ക് വിഷമമില്ല. സ്വന്തം സഹോദരങ്ങളോട് തോക്കാൻ പാടില്ല. യൂദയായോട് തോക്കുന്നത് അവർക്ക് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ രാജാവ്, അന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ രാജ്യം, ശക്തമായ സൈന്യമുള്ളത് സിറിയ എന്ന രാജ്യമുണ്ട്. സിറിയൻ രാജാവിനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, യൂദയായെ തോൽപ്പിക്കാൻ വേണ്ടി അങ്ങയുടെ സൈന്യത്തെ ഒന്ന് വിട്ടുതരണം. സിറിയൻ രാജാവ് പറഞ്ഞു, താല്പര്യമില്ല. ഇസ്രായേൽ രാജാവ് നിർബന്ധിച്ചു, പകരമായിട്ട് എന്ത് വേണമെങ്കിലും തരാം, എന്നാലും യൂദയായെ തോൽപ്പിക്കാൻ വേണ്ടി സൈന്യ സഹായം വേണം. സിറിയൻ രാജാവ് സമ്മതിക്കുന്നില്ല. അറ്റ കൈക്ക് ഇസ്രായേൽ രാജാവ് പറഞ്ഞു, വേണമെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പകുതി വേണമെങ്കിലും തരാം. ഒന്നാമത് ചെറിയ രാജ്യമാണ്, രാജ്യത്തിൻ്റെ പകുതി വേണമെങ്കിലും തരാം, എന്നാലും സൈന്യത്തെ വിട്ടു തരണം, ഞങ്ങൾക്ക് യൂദയായെ തോൽപ്പിക്കണം. വേണ്ടി വന്നാൽ സിറിയൻ രാജാവിനെ വേണമെങ്കിലും ദൈവമായിട്ട് ആരാധിക്കാം, എന്നാലും സൈന്യത്തെ വിട്ടു തരണം, യൂദയായെ തോൽപ്പിക്കണം. അങ്ങനെ സിറിയൻ രാജാവ് സമ്മതിച്ചു. അങ്ങനെ സിറിയയുടെ മഹാസൈന്യം ഇസ്രായേൽ സൈന്യത്തോട് ചേർന്ന് യൂദയായെ ആക്രമിക്കാൻ വരികയാണ്. ഇവിടെയാണ് യെശയ്യാ പ്രവചനത്തിൻ്റെ 7-ാം അധ്യായം ആരംഭിക്കുന്നത്. അതിൻ്റെ ആദ്യവാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കും, കൊടുങ്കാറ്റടിക്കുമ്പോൾ വനത്തിലെ വൃക്ഷങ്ങൾ ആടി ഉലയുന്നത് പോലെ യൂദയ രാജാവും ജനങ്ങളും പേടിച്ച് വിറച്ചു. കാരണം സിറിയൻ സൈന്യത്തോട് ചേർന്നാണ് ഇസ്രായേൽ വരുന്നത്, പരാജയം ഉറപ്പാണ്. അങ്ങനെ പേടിച്ച് വിറച്ചു നിൽക്കുമ്പോൾ
ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് യെശയ്യാ പ്രവാചകൻ യൂദയ രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, ഭയപ്പെടണ്ട, അന്യശക്തിയുടെ പിന്തുണ നേടിയാണ് അവർ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നത്, പേടിക്കണ്ട. ഇസ്രായേൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തീക്കൊള്ളിയാണ്, എപ്പോൾ വേണേലും വിട്ടുപോകാം. നിങ്ങൾ ധൈര്യമായിട്ട് യുദ്ധത്തിന് പോവുക. ദൈവം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സങ്കീർത്തനങ്ങൾ യഹോവയെ സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് വിളിക്കുന്നത്. സൈന്യങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ യുദ്ധം ചെയ്യും. ധൈര്യമായിട്ട് യുദ്ധത്തിന് പോകാൻ പറ്റും. യൂദയ രാജാവിന് ഭയം. എങ്ങനെയാണ് ഒരു മഹാസൈന്യത്തിന് മുമ്പിൽ ചെറു സൈന്യവുമായിട്ട് പോവുക? പ്രവാചകന്റെ വാക്ക് കേട്ട് അങ്ങനെ പോകും. പ്രവാചകൻ പറഞ്ഞു, നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നീ ദൈവത്തോട് അടയാളം ചോദിക്കുക, ദൈവം നിനക്ക് അടയാളം തരും. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിലുള്ള ഏത് അടയാളവും നിനക്ക് ചോദിക്കാം. യൂദയ രാജാവ് എന്നിട്ടും ഭയപ്പെട്ട് നിൽക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ യൂദയ രാജാവിനോടും ജനങ്ങളോടുമായിട്ട് പറയും, 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. നീ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ദൈവം നിനക്ക് അടയാളം തരും. നീ അടയാളം വേണ്ടെന്ന് പറഞ്ഞേ. നീ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ദൈവം നിനക്ക് അടയാളം തരികയാണ്. ഇതാണ് അടയാളം. യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടുന്നു. നമ്മൾ ഡിസംബർ മാസത്തിലേക്ക് കയറാൻ പോവുകയാണ്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും കേൾക്കുന്ന മനോഹരമായ ഒരു വചനം. ഈ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗം. അപ്പോൾ ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന മനോഹരവും വ്യത്യസ്തവുമായ അടയാളമാണ് ദൈവം എമ്മാനുവേലാണ് എന്നുള്ളത്. മറ്റെല്ലാ മതങ്ങളിൽ നിന്നും ക്രിസ്തു മതത്തെ വ്യത്യസ്തമാക്കുന്നത്, മറ്റെല്ലാ ദൈവങ്ങളിൽ നിന്നും നമ്മുടെ ദൈവത്തെ വ്യത്യസ്തനാക്കുന്നത്, നമ്മുടെ ദൈവം വിദൂരതയിൽ വസിക്കുന്ന ദൈവമല്ല, പിന്നെയോ അവൻ എമ്മാനുവേലാണ്. അവൻ നമുക്ക് സമീപസ്ഥനായ ദൈവമാണ്. അവൻ അമ്പലചുംബിയായ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമല്ല, പിന്നെയോ മനുഷ്യരോടൊപ്പം വസിക്കുവാൻ ഇറങ്ങി വന്ന് മനുഷ്യരുടെ ഇടയിൽ ഒരാളായി വചനം മാംസമായി. ആ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന്റെ സാമീപ്യമാണ് ദൈവത്തിൽ വിശ്വസിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. ഞാൻ കുറെ ബൈബിൾ വാക്യങ്ങൾ പറയാം. സങ്കീർത്തനം 16:8. 16-ാം സങ്കീർത്തനം 8-ാം വാക്യം. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിൽ ഉണ്ട്. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അവൻ എൻ്റെ വലതു ഭാഗത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങുകയില്ല. കർത്താവ് എപ്പോഴും നമ്മൾ കൺമുമ്പിലുണ്ട്, സമീപസ്ഥനാണ്. 23-ാം സങ്കീർത്തനം 4-ാം വാക്യം. സങ്കീർത്തനം 23-ാം വാക്യം 4. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും എനിക്ക് ഭയമുണ്ടാകില്ല, കാരണം കർത്താവിൻ്റെ കൂടെയുണ്ട്. ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും ഞാൻ ഭയപ്പെടുന്നില്ല, കാരണം കർത്താവിൻ്റെ കൂടെ ഉണ്ട്. 34-ാം സങ്കീർത്തനം 18-ാം വാക്യം. സങ്കീർത്തനം 34 വാക്യം 18. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാകുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാകുന്നു. 145-ാം സങ്കീർത്തനം 18-ാം വാക്യം. സങ്കീർത്തനം 145 വാക്യം 18. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് എപ്പോഴും സമീപസ്ഥനാകുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യം. ഓർത്തിരിക്കാൻ വളരെ എളുപ്പമുള്ള വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ അവസാനത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം. ഈശോ പറയുന്നു, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അതെ, ദൈവം നമുക്ക് സമീപസ്ഥനായ ദൈവമാണ്, നമ്മളോടൊപ്പം വസിക്കുന്ന ദൈവമാണ്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവത്തിൽ ആഴപ്പെട്ട് വിശ്വസിക്കുവാനും ദൈവത്തോട് ചേർന്നിരിക്കുവാനും നമുക്ക് ആത്മീയമായ പ്രചോദനം നൽകേണ്ട ബോധ്യം ഇതാണ്: ദൈവം നമുക്ക് സമീപസ്ഥനാണ്. ഈ ദേവാലയത്തിൽ നമ്മളായിരിക്കുമ്പോൾ, ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ, ഉറങ്ങുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, വിശ്രമിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, എല്ലാം ദൈവം നമുക്ക് സമീപസ്ഥനായ ദൈവമാണ്. ടാഗോർ ഗീതാഞ്ജലിയിൽ പറയും,
ദൈവത്തെ അന്വേഷിക്കുന്നവൻ താഴ്വരയിൽ വയലേലയിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളിയോടൊപ്പവും മലമുകളിൽ പാറമണയിൽ കല്ലുപൊട്ടിക്കുന്ന തൊഴിലാളിയോടൊപ്പവുമാണ് ഈശ്വരൻ വസിക്കുന്നത് എന്ന്. ദൈവം പാവപ്പെട്ടവരോടൊപ്പം വസിക്കുന്ന ദൈവം. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ, ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വലിയ പ്രത്യാശ നൽകുന്ന, ആശ്വാസം നൽകുന്ന ദൈവത്തിൻ്റെ ഉറപ്പാണ് അവൻ നമുക്ക് സമീപസ്ഥനായ ദൈവമാണ് എന്നുള്ളത്. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചിലരെങ്കിലും സംശയിക്കാറുണ്ട്. കാരണം തൊടുന്നതെല്ലാം പിഴയ്ക്കുന്നു, ജീവിതത്തിൽ ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല, അങ്ങനെ പരിതപിക്കുന്ന, പരാതിപ്പെടുന്ന ധാരാളം മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. വേറെ ചിലരുണ്ട്, ദൈവത്തിന് എന്നോട് യാതൊരു സ്നേഹവുമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. യാതൊരു സ്നേഹവുമില്ല. അങ്ങനെ ദൈവത്തിന് എന്നോട് സ്നേഹമില്ല എന്ന് ഉറപ്പിക്കുകയോ ദൈവത്തിന് എന്നോട് സ്നേഹമുണ്ടോ എന്ന് സംശയപ്പെടുകയോ ചെയ്യുന്നവർക്ക് ദൈവത്തിൻ്റെ ഈ സാമീപ്യം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അത് വലിയ ആശ്വാസമാണ്. കഴിഞ്ഞ വർഷം പട്ടം കിട്ടിയ നമ്മുടെ ഒരു കൊച്ചച്ഛൻ, ആ അച്ഛൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ്. അച്ഛനെപ്പോഴും RCCയിലും മെഡിക്കൽ കോളേജിലും ഒക്കെ ഇങ്ങനെ കയറി ഇറങ്ങുന്ന സമയമാണിത്. കഴിഞ്ഞ ദിവസം അച്ഛനോട് പറഞ്ഞു, വളരെ വ്യത്യസ്തമായ ഒരു ക്യാൻസർ രോഗം ബാധിച്ച ഒരാളെ കണ്ടു എന്ന്. ആ രോഗം ഇങ്ങനെയാണ്, ഈ കുട്ടിയുടെ വിയർപ്പ് ഗ്രന്ഥികളിലാണ് ക്യാൻസർ. വിയർപ്പ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ എവിടെയെല്ലാം വിയർപ്പ് പൊടിയാൻ സാധ്യതയുണ്ടോ അവിടെയെല്ലാം ക്യാൻസറാണ്, അവിടെയെല്ലാം വേദനയാണ്. ഇങ്ങനെ നമ്മൾ കരുതുന്നതിൻ്റെ അപ്പുറത്തുള്ള വലിയ വേദനകളും രോഗങ്ങളും തകർച്ചകളും നമുക്ക് ചുറ്റുമുണ്ട്. സാധിക്കുമെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ മെഡിക്കൽ കോളേജിലോ RCCയിലോ ഒക്കെ പോയി ആ വാർഡുകളിലൂടെയൊക്കെ ഒന്ന് കറങ്ങി നടക്കുന്നത് നല്ലതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ലൂലു മാളിലും ശംഖുമുഖത്തും കൊണ്ടുപോകുന്നതിൻ്റെ 10 മടങ്ങ് പ്രയോജനമുണ്ടാകും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയാൽ. മെഡിക്കൽ കോളേജിൽ നിരവധിയായ വാർഡുകളിലൂടെ നമ്മളിങ്ങനെ ഒന്ന് കറങ്ങി നടന്നാൽ കട്ടിലിൻ്റെ അടിയിലും വരാന്തയിലുമായിട്ട് കിടക്കുന്ന 100 കണക്കിന് രോഗികളെ കാണുമ്പോൾ, അവരെ ശുശ്രൂഷിക്കുന്ന കുടുംബാംഗങ്ങളെ കാണുമ്പോൾ, 5-6 ഓപ്പറേഷൻ തിയേറ്ററുകളുണ്ട് മെഡിക്കൽ കോളേജിൽ. ഓരോ ഓപ്പറേഷൻ തിയേറ്ററിലും പ്രിയപ്പെട്ടവർ ഓപ്പറേഷന് വിധേയരാകുമ്പോൾ അതിൻ്റെ വാതിൽക്കൽ ബെഞ്ചിൽ കെട്ടിക്കിടന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മാത്രമല്ല, പേരറിയാവുന്ന സർവ്വദൈവങ്ങളെയും വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന കുടുംബാംഗങ്ങളെ കാണുമ്പോൾ ദൈവം നമ്മളെ എത്രയോ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയും. എത്രയോ വലിയ പ്രതിസന്ധികളിൽ നിന്ന് ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ള ബോധ്യത്തിലേക്ക് വരാൻ കഴിയും. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് സമീപസ്ഥനാണ് എന്നുള്ളത് നമുക്ക് വലിയ ആത്മീയ ബലം നൽകണം. നിന്റെ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ, നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിരാശപ്പെടാതെ ഒരു നിമിഷം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ആ ദൈവം നീ അനുഭവിച്ചിട്ടുള്ളതിനേക്കാൾ വലിയ വേദന അനുഭവിച്ച ദൈവം, നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ വലിയ വേദന അനുഭവിച്ച ദൈവം, നീ അനുഭവിക്കാനിരിക്കുന്നതിനേക്കാൾ വലിയ വേദന അനുഭവിച്ച ദൈവം, ആ ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞാൽ നിന്റെ നൊമ്പരങ്ങൾ മഞ്ഞുരുകി മാറുന്നത് പോലെ
നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. വേദനകളെല്ലാം മാറ്റിത്തരിക എന്നുള്ളതല്ല ആത്മീയത. എല്ലാ വേദനകളും മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതല്ല ആത്മീയത. വേദനകളിലൂടെ കടന്നു പോകാനുള്ള ആത്മീയ ബലം നൽകണമേ എന്നും പ്രാർത്ഥിക്കുന്നതാണ് ആത്മീയത. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ, പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ആത്മീയ ബലം നൽകുന്നത് ഈ ദൈവം എനിക്ക് സമീപസ്ഥനാണ് എന്നുള്ള തിരിച്ചറിവാണ്. അപ്പോൾ ദൈവം എമ്മാനുവേലാണ് എന്നുള്ള വലിയ ബോധ്യം നമ്മുടെ ജീവിതത്തെ മതിക്കണം. നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ അനുഭവമായി കൊണ്ടു നടക്കാനായിട്ട് നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ദൈവം എമ്മാനുവേലായി നമ്മളോടൊപ്പം വസിക്കുന്നു എങ്കിലും ഈ ദൈവത്തെ അർഹിക്കുന്ന രീതിയിൽ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാണ് അത് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ പട്ടം കിട്ടി ആദ്യം പോയ പള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല. അന്ന് അസിസ്റ്റൻ്റായിട്ടാണ് 5 പള്ളി, 2 അച്ഛന്മാർ. അതിലൊരു പള്ളിയിൽ വേറൊരു പള്ളിയിലും കാണാത്തൊരു പ്രത്യേകത ഞാൻ കണ്ടു. ആ പ്രത്യേകത ഇതാണ്: എല്ലാ ഞായറാഴ്ചയും ആ പള്ളിയിൽ സ്ത്രീകളെക്കാൾ പുരുഷന്മാരായിരിക്കും കൂടുതൽ. ഞാൻ വേറൊരു പള്ളിയിലും അത് കണ്ടിട്ടില്ല. നമ്മുടെ എല്ലാ പള്ളികളിലും സ്ത്രീകളായിരിക്കും എണ്ണത്തിൽ കൂടുതൽ ഞായറാഴ്ച കുർബാനയ്ക്ക്. ഇവിടെ ഇപ്പോഴങ്ങനെയാണ്, എല്ലായിടത്തും അങ്ങനെ. ഈ പള്ളിയിൽ മാത്രം എല്ലാ ഞായറാഴ്ച കൈമുത്തുമ്പോൾ, പ്രത്യേകിച്ച് കൊച്ചനായിരിക്കുമ്പോൾ വെറുതെ എണ്ണ കൊടുക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് അറിയാം, എല്ലാ ഞായറാഴ്ചയും ആണുങ്ങളാണ് കൂടുതൽ പെണ്ണുങ്ങളെക്കാൾ. അപ്പോൾ അന്നത്തെ ഒരു ചോരത്തിളപ്പിലാണ് ഞാൻ ആ പള്ളിയിൽ ഒരു ദിവസം പറഞ്ഞത്. ഇപ്പോഴാണ് പറയത്തില്ല, ഇച്ചിരി ഇരുത്തം വന്നതുകൊണ്ട് പറയത്തില്ല. അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവിടെ മാത്രമേ ഞാനിങ്ങനെ കണ്ടിട്ടുള്ളൂ ആണുങ്ങൾ ഏറ്റവും കൂടുതൽ, പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ ആണുങ്ങൾ. അതിനെക്കുറിച്ചുള്ള എൻ്റെ വിലയിരുത്തൽ ഇങ്ങനെയാണ്: ഈ ഇവിടുത്തെ സ്ത്രീകളെക്കാൾ ഇവിടുത്തെ പുരുഷന്മാർ വളരെ നല്ലതാണ് എന്നുള്ളത് കൊണ്ടല്ല പുരുഷന്മാരുടെ എണ്ണം കൂടിയത്. മറിച്ച് ഇവിടുത്തെ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ മോശമായതുകൊണ്ടാണ് പുരുഷന്മാരുടെ എണ്ണം കൂടിയത്. മനസ്സിലായോ? അത് അന്ന് പറഞ്ഞത്, എപ്പോഴാണ് പറയുന്നത്? ഇപ്പം നമ്മൾ വളരെ കൂടിയ ആളുകളാണ് എന്ന മട്ടിലാണ് നമ്മുടെ പോക്ക്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പള്ളിയിൽ യുവജനങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. ഉച്ചവരെയാണ് ക്ലാസ്സൊക്കെ എടുത്തിട്ട് ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയിലുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഫാദർ, അച്ഛനെ കാണാൻ ഒരാൾ പുറത്ത് നിൽക്കുന്നു. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എന്നെ കാണാൻ അവിടുന്ന് ആരും വരാൻ യാതൊരു സാധ്യതയില്ല. എനിക്ക് പരിചയമുള്ള ഒരാളും ഇല്ല അവിടെ, ആ പള്ളിയിലുമില്ല, നാട്ടിലുമില്ല. അപ്പം ഞാൻ വളരെ അത്ഭുതത്തോടെ ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പോൾ ഒരു പ്രായമായ മനുഷ്യൻ അവിടെ നിൽക്കുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ചിരിച്ചു. ഞാൻ വിളിച്ചടുത്ത് നിർത്തി ചോദിച്ചു, എന്താ, എന്തിനാ വന്നേ, ഇങ്ങനെ എന്നെ പരിചയം? അപ്പം എന്നോട് പറഞ്ഞു, എനിക്കൊരു പരിചയമില്ല അച്ഛനെ, ഞാൻ ഈ പള്ളിക്കാരനുമല്ല, ഇതിനപ്പുറത്തുള്ള വേറൊരു പള്ളിയിലെ അംഗമാണ് ഞാൻ, ഓർത്തഡോക്സ് പള്ളിയിലെ അംഗമാണ് ഞാൻ. ഈ പള്ളിയുടെ തൊട്ടപ്പുറത്ത് കാണുന്നതുകൊണ്ട് ആ പറമ്പ് എൻ്റേതാണ്. ഞാൻ ആ പറമ്പിൽ രാവിലെ കിളക്കുകയായി. ഇങ്ങനെ കിളച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അച്ഛൻ ഈ പള്ളിയിൽ ക്ലാസ് എടുത്ത് മൈക്കിൽ കൂടെ പറയുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. എനിക്ക് കേൾക്കാനായി. ഞാനത് കേട്ടുകൊണ്ടാണ് ഇങ്ങനെ കിളച്ചുകൊണ്ട് നിന്നത്. ഇങ്ങനെ കിളച്ചുകൊണ്ട് നിന്നപ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു വാക്യം എന്നെ വല്ലാതെ സ്പർശിച്ചു. അത് കേട്ടപ്പോൾ ഇത് പറയുന്ന അച്ഛനെ ഒന്ന് കാണണമെന്ന് തോന്നി, അതിന് വന്നതാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു,
ചോദിച്ചു ഏത് വാക്യമാണ് എങ്ങനെ സ്പർശിക്കാനും മാത്രം. അപ്പോൾ പറഞ്ഞു ഇതിനു മുമ്പൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അത്ര ശ്രദ്ധിച്ചിട്ടില്ല വചനം. അച്ഛൻ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചു നോക്കിയത്. വാക്യം ഇങ്ങനെയാണ്, കർത്താവ് പറയുന്നതാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും പാപികളും വേശ്യകളും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നു. നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും പാപികളും വേശ്യകളുമൊക്കെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നു. ആ ചേട്ടൻ എന്നോട് പറയുകയാണ്, നമ്മൾ ഇങ്ങനെ കൂടിയ ആളുകളാണ്, ദൈവത്തിൻ്റെ ഏറ്റവും അടുത്തവരാണ് എന്ന് കരുതിയാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ കരുതിയത്. ഇത് കേട്ടപ്പോഴൊരു അസ്വസ്ഥത. നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും പാപികളും ഒക്കെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. ഇതൊരു വല്ലാത്ത ഡയലോഗാണ്. സുറിയാനി ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ പോരായ്മകളിൽ ഒന്ന് ഏതാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം അഹങ്കാരം എന്നുള്ളതാണ്. ഞാനൊരു സുറിയാനി ക്രിസ്ത്യാനി എന്തോ പേടിക്കുന്നു. സുറിയാനി ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ അഹങ്കാരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈബിളിൽ യേശു ക്രിസ്തു ഏറ്റവും നിസ്സാരമായി പുച്ഛത്തോടെ തള്ളിയ ഒരു കാര്യമാണ് ഈ അഹങ്കാരം. പലതരം അഹങ്കാരങ്ങളുണ്ട്. ഒന്ന് അധികാരത്തിൻ്റെ അഹങ്കാരം. അധികാരത്തിൻ്റെ അഹങ്കാരമുണ്ട്. അധികാരം കിട്ടിക്കഴിയുമ്പോൾ ചിലർക്ക് ഭയങ്കര അഹങ്കാരമാണ്. ഈ പത്രോസിനുണ്ടായി. പത്രോസ് വലിയ മിടുക്കനായിട്ടൊക്കെ അധികാരമൊക്കെ കാണിച്ച് ഈശോ ചോദ്യം ചോദിച്ചപ്പോൾ കറക്റ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞു. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. പത്രോസ് കറക്റ്റ് ഉത്തരം പറഞ്ഞു. ഈശോയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈശോ പറഞ്ഞു, നീ പാറയാണ്, ഈ പാറയിലാണ് ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കുന്നത്, നിന്നെ ഞാൻ ലീഡറാക്കി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈശോ പറഞ്ഞു, ഞാൻ ജെറുസലേമിലേക്ക് പോവുകയാണ്, അവിടെ ചെല്ലുമ്പോൾ എനിക്ക് പീഡാസനങ്ങളും കുരിശുമരണവും ഒക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അധികാരത്തിൻ്റെ അഹങ്കാരത്തോടെ പത്രോസ് യേശുവിനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നോ, യു ഷുഡ് നോട്ട് ബി, നടക്കാതിരിക്കട്ടെ, ഇങ്ങനെ നടക്കാൻ പാടില്ല. എന്തോ ഒരു അധികാരത്തോടെ പത്രോസ് എന്ന് പറഞ്ഞത്. ഈശോ അഹങ്കാരത്തിൻ്റെ കടയ്ക്കൽ കത്തി വെച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ ഗോ ബാക്ക്, നീ പിന്നിലേക്ക് പോകുമെന്നാണ് സാത്താനെ വിളിച്ചത്. അധികാരത്തിൻ്റെ അഹങ്കാരത്തെ കർത്താവ് പുച്ഛിച്ചു തള്ളി. സമ്പത്തിൻ്റെ അഹങ്കാരം അത് വളരെ കൂടുതലാണ്. സമ്പത്തിൻ്റെ അഹങ്കാരം ഈശോ പറഞ്ഞു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. സമ്പത്തിൽ അഹങ്കരിക്കുമ്പോൾ കർത്താവിൻ്റെ ഡയലോഗ് ഇതാണ്, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. പാരമ്പര്യത്തിൻ്റെ അഹങ്കാരം. പാരമ്പര്യത്തിൻ്റെ അഹങ്കാരം. ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ്, നീ ആവശ്യമില്ലാത്തതൊന്നും പറയരുത്. യഹൂദർ ഈശോയോട് പറഞ്ഞു, നിങ്ങൾ വളരെ കൂടിയ ആളുകളാണ്. ഈശോ പറഞ്ഞു, അഹങ്കരിക്കണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിൻ്റെ മക്കളെ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. അത്രയേ ഉള്ളൂ. പാരമ്പര്യം പറഞ്ഞ് നിങ്ങൾ അഹങ്കരിക്കണം. വിശുദ്ധിയുടെ അഹങ്കാരം, ആത്മീയതയുടെ അഹങ്കാരം. ഞാൻ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ആളാണ്, വേണ്ടപ്പെട്ട ആളാണ്, കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആളാണ്. ചില ഭക്ത സ്ത്രീകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഹങ്കാരങ്ങളിലൊന്നും അതാണ്. ഈശോ പറഞ്ഞു, എനിക്ക് നിങ്ങളെ യാതൊരു പരിചയമില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പറയും, ഞങ്ങൾ നിന്റെ നാമത്തിൽ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഈശോ പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഞാൻ അറിയുകയില്ല. അങ്ങനെ ഏത് അഹങ്കാരത്തെയും കർത്താവ് വളരെ നിസ്സാരമായി
തള്ളിപ്പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അഹങ്കാരം ദൈവം വളരെ നിസ്സാരമായിട്ട് പുച്ഛിച്ച് തള്ളുകയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും. ബൈബിളിലെ ഏറ്റവും മനോഹരമായ ഉപമകളിലൊന്നാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. ധൂർത്തപുത്രൻ്റെ ഉപമ നമുക്ക് വളരെ പരിചിതമാണ്. ആ ഉപമ അതിൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുക. നമുക്ക് വളരെ പരിചിതമാണല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിലാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ഇളയ മകൻ സമ്പത്തൊക്കെ വ്യയം ചെയ്ത് നശിപ്പിച്ച് പന്നികളെ മേയ്ക്കുന്ന ജോലിയൊക്കെ നേടി അവസാനം ഗതികെട്ട് തിരിച്ചു വരുന്നു. അപ്പൻ വളരെ സന്തോഷത്തോടെ അവനെ സ്വീകരിക്കുന്നു. അതാണ് ഒന്നാം ഭാഗം. ഈ രണ്ടാം ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 25 മുതലുള്ള വചനങ്ങളാണ് അതിൻ്റെ രണ്ടാം ഭാഗം. മൂത്ത പുത്രൻ. ഈ മൂത്ത പുത്രൻ അവൻ വയലിലായിരുന്നു. അവൻ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അവൻ തിരിച്ചു വരുമ്പോഴേ വീടിൻ്റെ അടുത്തെത്തിയപ്പോഴേ വീട്ടിൽ നിന്ന് സംഗീതത്തിൻ്റെ ശബ്ദം കേൾക്കാം. പാട്ടും നൃത്തവും ഒക്കെ നടക്കുന്നു. അവൻ സംശയിച്ച് അവിടെ തന്നെ നിന്നു. എന്തുവാണ് എൻ്റെ വീട്ടിൽ ഞാൻ അറിയാതെ ഒരു സംഗീതം? അവൻ അവിടെ നിന്നിട്ട് അതുവഴി പോയ ഒരു വേലക്കാരനെ വിളിച്ചു. ഇവിടെ വാ, എൻ്റെ വീട്ടിൽ എന്താണ് പ്രോഗ്രാം? അവൻ വേലക്കാരനോടാണ് ചോദിക്കുന്നത്, എൻ്റെ വീട്ടിൽ എന്താണ് പ്രോഗ്രാം? ന്യായമായിട്ടും അവൻ ചെയ്യേണ്ടിയിരുന്നത് അവൻ ഓടി കയറണം വീട്ടിൽ. എല്ലാ സ്വാതന്ത്ര്യവും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കയറി ചെന്ന് അവൻ നേരിട്ട് നോക്കണം എന്താണ് ഇവിടെ നടക്കുന്നത്. അല്ലെ അപ്പനെ കാണുമ്പോൾ അപ്പ എന്താ ഇവിടെ എന്ത് സംഭവിച്ചു? അപ്പം വീട്ടിൽ കല്യാണം കഴിച്ചോ? എന്താണ് ഇവിടെ എന്ന് സ്വാതന്ത്ര്യത്തോടെ ചോദിക്കേണ്ടവൻ വീട്ടിൽ കയറാതെ പുറത്തു നിന്ന് വേലക്കാരനെ വിളിച്ച് ചോദിച്ചു, എന്താണ് എൻ്റെ വീട്ടിലെ പ്രോഗ്രാം? വേലക്കാരൻ അവനെ എരികൂട്ടി പറഞ്ഞു കാണും, നിന്റെ അനുജൻ വന്നു, എല്ലാം നശിപ്പിച്ചവൻ തിരിച്ചു വന്നു. വന്നപ്പോൾ നിന്റെ അപ്പൻ അവന് വേണ്ടി ആളെ കൊണ്ടിരിക്കുന്നു. വലിയ ആഘോഷമാണ് അവിടെ. അവൻ പിണങ്ങി വീട്ടിൽ കയറാതെ പുറത്തു നിന്നു. അവൻ പുറത്തു നിന്നു. അപ്പൻ ഇറങ്ങി വന്നു. ഇവനെ കൂട്ടിക്കൊണ്ടു പോകാൻ അപ്പൻ ഇറങ്ങി വന്നു. അപ്പൻ ഇറങ്ങി വന്നപ്പോഴേ ഇവൻ സംസാരിക്കുന്ന ഡയലോഗ് എങ്ങനെയാണ്? നോക്കൂ, ഇങ്ങനെയാണ് ഡയലോഗ് തുടങ്ങുന്നത്. അപ്പാന്ന് വിളിക്കുന്നൊന്നുമില്ല. നോക്കൂ, ഞാൻ എത്രയോ വർഷമായി നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. എങ്ങനെയാണ് അപ്പനോട് പറയുകയാണ്, ഇങ്ങനെ നോക്ക്, ഞാൻ എത്ര വർഷമായിട്ട് ഇവിടെ ദാസ്യവേല ചെയ്യുകയാണ്. അപ്പൊ അവനവിടെ മകനാണെന്നുള്ളത് ലേവലേ ഉള്ളൂ. അവൻ അടിമപ്പണി ചെയ്യുകയാണ്. അവൻ ദാസ്യവേല ചെയ്യുന്നതാണ് അവൻ കരുതിയിരിക്കുന്നത്. ഞാൻ എത്രയോ വർഷമായി നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. നീ എനിക്ക് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ പോലും കൊന്ന് എൻ്റെ കൂട്ടുകാരോടൊപ്പം സന്തോഷിക്കാൻ അനുവദിച്ചിട്ടില്ല. എല്ലാം നശിപ്പിച്ചിട്ട് അവൻ വന്നപ്പോൾ നീ അവന് വേണ്ടി കാളയെ കൊന്നിരിക്കുന്നു. അവനെങ്ങനെ സഹിക്കുക? അപ്പൻ മറുപടി പറയുന്നത് മകനെ എന്ന് വിളിച്ചിട്ടാണ്. അവൻ അങ്ങോട്ട് സംസാരിച്ചത് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൻ മൂത്ത മകനോട് പറയുന്നു, മകനെ, നീ എപ്പോഴും എൻ്റെ കൂട്ടത്തിലുണ്ട്.
നഷ്ടപ്പെട്ടവനായിരുന്നു, തിരിച്ചു കിട്ടിയിരിക്കുന്നു. മരിച്ചവനായിരുന്നു, ജീവനോടെ വന്നിരിക്കുന്നു. ഉപമ അവസാനിച്ചു. ഈ മൂത്ത പുത്രൻ വീട്ടിലേക്ക് കയറിയോ ഇല്ലേ? മൂത്ത പുത്രൻ വീട്ടിലേക്ക് കയറിയോ ഇല്ലേ? അറിയില്ല. ഈശോ കഥ അവിടെ അവസാനിപ്പിക്കുക, കംപ്ലീറ്റ് ചെയ്യുന്നില്ല. വില്യം വേഡ്സ്വർത്ത് പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ചെറുകഥയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. ഇൻകംപ്ലീറ്റ് സ്റ്റോറിയാണ്. മൂത്തപുത്രൻ അവൻ വീട്ടിലേക്ക് കയറിയോ ഇല്ലയോ അറിയില്ല. നമ്മളിലേറെ പേരും ഈ ധൂർത്തപുത്രൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. ധൂർത്തപുത്രൻ്റെ അല്ല, മൂത്തപുത്രൻ്റെ. ധൂർത്തപുത്രൻ പാപം ചെയ്തവൻ അനുഗമിച്ചു വന്നു, കർത്താവ് സ്വീകരിച്ചു, കർത്താവിൻ്റെ വലിയ കരുണയും സ്നേഹവും ഒക്കെ തിരിച്ചറിഞ്ഞു, അങ്ങനെ പോകുന്നു. അത്രയും മഹാപാതകം ചെയ്തവരൊക്കെ നമ്മളിൽ കുറവാണ്. നമ്മളൊക്കെ മാന്യമായി ജീവിക്കുന്നവരാണ്. പക്ഷേ ദൈവത്തിൻ്റെ അടുക്കൽ ആ ഒരു സ്വാതന്ത്ര്യം എടുക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് വരുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അപ്പോൾ ഈ കഥ അവസാനിപ്പിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. നമ്മളാണ് മൂത്തപുത്രൻ. വേറൊരാൾക്ക് ദൈവം വലിയ കരുണ ചെയ്തതിൻ്റെ പേരിൽ അസ്വസ്ഥപ്പെട്ടുകൊണ്ട് ഭവനത്തിൻ്റെ പുറത്ത് പിണങ്ങി നിൽക്കുന്ന മൂത്തപുത്രന്റെ പ്രതിനിധികളാണ് നമ്മളെല്ലാവരും. ദൈവം ക്ഷണിക്കുകയാണ് അവൻ്റെ സാന്നിധ്യത്തിലേക്ക്, അവൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ. കഴിയുമോ നമുക്ക്? ഇതാണ് ചോദ്യം. പ്രിയമുള്ളവരെ, ഇത് തിരുഹൃദയ ദേവാലയമാണ്. യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ നാമത്തിലാണ് ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു മാസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്തായ ഒരു വല്യച്ഛൻ ഒരു പുസ്തകം എഴുതിയിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് വായിച്ച് ഇതിൻ്റെ ഭാഷയുടെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറേ ദിവസം എടുത്തത്, വെറുതെ ഓടിച്ച് വായിച്ചാൽ തെറ്റ് തിരുത്താൻ പറ്റില്ലല്ലോ, മനസ്സിരുത്തി വായിച്ച് അതിലെ അക്ഷരത്തെറ്റും വാചക ഗ്രാമർ മിസ്റ്റേക്കും ഒക്കെ തിരുത്തി കൊടുത്തു. ഇങ്ങനെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലുള്ളൊരു വാചകം അതിങ്ങനെയാണ്: മനുഷ്യൻ വയസ്സാകുമ്പോഴാണ് ഹൃദയത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നത്. മനുഷ്യൻ വയസ്സാകുമ്പോഴാണ് ഹൃദയത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നത്. എന്നെ അത് വല്ലാതെ സ്വാധീനിച്ചു. ഞാൻ എന്താ അതിൻ്റെ അർത്ഥം? മനുഷ്യൻ വയസ്സാകുമ്പോഴാണ് ഹൃദയത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നത്. പല ചിന്തകൾ വന്നെങ്കിലും ഞാൻ വിചാരിച്ചു അച്ഛനോട് തന്നെ ചോദിക്കാം. ഞാൻ ഈ അച്ഛനെ പിന്നെ കണ്ടപ്പോൾ ചോദിച്ചു, അച്ഛാ എന്താ ഈ വാചകത്തിൻ്റെ അർത്ഥം? അച്ഛൻ എന്തോ ഉദ്ദേശിച്ചത്? അപ്പം അച്ഛനോട് പറഞ്ഞു, ജോൺസാ, എനിക്ക് 75 വയസ്സായി. 75 വയസ്സായപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ബോധോദയമാണ് അത്. വയസ്സായപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ചിന്തയാണ്, വയസ്സാകുമ്പോഴാണ് മനുഷ്യൻ ഹൃദയത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, അധ്യാപകരോടായിട്ട് പറഞ്ഞതാണ്, നിങ്ങൾ അത് സ്കൂളിലായാലും കോളേജിലായാലും സൺഡേ ക്ലാസ്സിലായാലും മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കുന്നതായാലും അവിടെയെല്ലാം
പഠിപ്പിക്കേണ്ടത് തലച്ചോറ് കൊണ്ടല്ല, ഹൃദയം കൊണ്ടായിരിക്കണം. ഹൃദയം കൊണ്ട് വിദ്യാഭ്യാസം നടത്തുവാൻ ഇന്നത്തെ കാലഘട്ടത്തിന് കഴിയണം. ഹൃദയം കൊണ്ട് വിദ്യാഭ്യാസം നടത്തുവാൻ നമുക്ക് കഴിയണം. ഹൃദയം ആർദ്രമാണ്. മാംസളമായ ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയാണ് പറഞ്ഞത്, ദൈവം പിതാവ് മാത്രമല്ല, ദൈവം മാതാവ് കൂടിയാണ് എന്ന്. ദൈവം പിതാവ് മാത്രമല്ല, മാതാവ് കൂടിയാണ് എന്ന് ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ ഇത്രത്തോളം വളർത്തി തെറ്റുകളൊക്കെ പുറത്ത് കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ദൈവം മാതൃത്വമുള്ള ദൈവമാണ്, മാതൃഹൃദയമുള്ള ദൈവമാണ്. ആ ഒരു ഭാവത്തിലേക്ക് വളരുവാൻ നമുക്ക് കഴിയണം. തിരുഹൃദയം ദൈവത്തിൻ്റെ ഏറ്റവും ആർദ്രമായ ഒരു ഭാവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വളരെ ആർദ്രമായ ഒരു ഭാവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. തിരുഹൃദയ ഭക്തി ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ തിരിച്ചറിയുവാനുള്ള ഉപാധിയാണ്. അവൻ എമ്മാനുവേലാണ് എന്ന് പറയുമ്പോൾ, അവൻ നമുക്ക് സമീപസ്ഥനാണ് എന്ന് പറയുമ്പോൾ, ധൂർത്തപുത്രനെ ഇരുകരങ്ങളും നീട്ടി കാത്തിരുന്ന് സ്വീകരിച്ച പിതാവാണവൻ എന്ന് പറയുമ്പോൾ, അതൊക്കെ എത്ര കൃത്യമായ അനുഭവമാണ്. വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ജയിലിലൊക്കെ പലതവണ കിടന്നിട്ടുണ്ട് അദ്ദേഹം ബഷീർ. ഒരിക്കൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഒരു രാത്രിയിൽ വീട്ടിൽ ഇരിക്കുകയാണ്. വീട്ടിൽ വന്നപ്പോൾ വാതിലിൽ മുട്ടി. അമ്മ വന്ന് വാതിൽ തുറന്നു. ബഷീർ പറഞ്ഞു, ഉമ്മ നല്ല വിശപ്പുണ്ട്, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അമ്മ പറഞ്ഞു, ഞാണ്ട് അവിടെ മേശപ്പുറത്ത് വിളമ്പി വെച്ചിട്ടുണ്ട്, കഴിച്ചോളാൻ പറഞ്ഞു. ബഷീർ ചോദിച്ചു, ഇത് ആർക്ക് വിളമ്പി വെച്ചതാണ്? നിനക്ക് വിളമ്പി വെച്ചത്. ഞാൻ ഇന്ന് വരുമെന്ന് ഉമ്മയോട് ആരും പറഞ്ഞു? ഉമ്മ പറഞ്ഞു, ആരും പറഞ്ഞില്ല, എല്ലാ ദിവസവും ഞാൻ വിളമ്പി വെക്കുമായിരുന്നു. ഇതാണ് അമ്മയുടെ ഹൃദയം എന്ന് ബഷീർ എഴുതുന്നു. ഇതിന് സമാനമായ സ്നേഹത്തിൻ്റെ ഭാവമാണ് ദൈവത്തിൻ്റെ. ഒരമ്മയെ പോലെ നമ്മളെ കരുതുന്ന, പരിപാലിക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാതെ പലപ്പോഴും മൂത്തപുത്രനെ പോലെ പടിക്ക് പുറത്തു നിൽക്കുന്ന സുറിയാനി ക്രിസ്ത്യാനികളെ നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയാതെ പലപ്പോഴും നമ്മളിങ്ങനെ മാറി മാറിപ്പോകുന്ന ഒരു യാഥാർത്ഥ്യം. രസകരമായ ഒരു കഥ ഇങ്ങനെയാണ്. ഒരു ഭാര്യയും ഭർത്താവും. ഈ ഭർത്താവ് വലിയ ഭക്തനായ മനുഷ്യനാണ്. എല്ലാ മാസവും ഇയാൾ തീർത്ഥാടനത്തിന് പോകും. പല പല ക്ഷേത്രങ്ങളിൽ തീർത്ഥാടനത്തിന് പോകും. പോയാൽ ഒരാഴ്ച കഴിഞ്ഞൊക്കെ മടങ്ങി വരും. പല ക്ഷേത്രങ്ങളിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിക്കുന്നു. ഇങ്ങനെ ഒരാഴ്ചയോളം തീർത്ഥാടനം കഴിഞ്ഞ് ഇയാൾ വീട്ടിൽ വന്നാൽ ഇയാൾ പഴയതുപോലെയാണ് ജീവിക്കുന്നത്. ഇയാൾക്ക് എന്തെങ്കിലും പോരായ്മയുണ്ട് എന്ന് ഭാര്യ പറഞ്ഞാൽ ഒരിക്കലും അയാൾ അത് സമ്മതിക്കില്ല. അയാൾ പറയുന്നത്, ഞാൻ വളരെ ഭക്തനാണ്, ഈശ്വരനോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്, എനിക്കൊരു പോരായ്മയില്ല. ഇതാണ് അയാളുടെ വാദം. ഇയാളുടെ നിർബന്ധ ബുദ്ധികൾ, പോരായ്മകൾ, അത് യാതൊരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. അപ്പോൾ ഭാര്യ ചിന്തിച്ചു, എങ്ങനെയാണ് ഇയാളെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നത്? അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ തൻ്റെ ഭർത്താവിന് ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളത് അവൾക്കറിയാം. അതിങ്ങനെയാണ്, എന്ത് ഭക്ഷണവും ഇയാൾ കഴിക്കും, പക്ഷേ പാവയ്ക്ക കറി വെച്ചാലോ തോരൻ വെച്ചാലോ വറുത്തു കൊടുത്താലോ
കൊടുത്താലോ ഇയാൾക്ക് ഭയങ്കര ദേഷ്യമാണ്. അന്നേരം അത് തെറി, അത് കൊടുത്ത ഭാര്യയെ വേണ്ടി വന്നാൽ തല്ലും, തെറി പിടിക്കും. പാവയ്ക്ക് അയാൾക്ക് തീരെ പിടുത്തമില്ല. അപ്പോൾ ഇത് ഈ ഭാര്യയ്ക്കറിയാം. ഈ ഭാര്യ ഒരു ദിവസം ഇയാൾ തീർത്ഥാടനത്തിൽ പോയപ്പോൾ ഒരു വലിയ പാവയ്ക്ക പൊതിഞ്ഞ് ഇയാളുടെ കയ്യിൽ കൊടുത്തു. ഇയാൾ ചോദിച്ചെന്താ ഇത്? നമ്മൾ പറഞ്ഞൊരു പാവയ്ക്ക. ഇതെന്തിന്? കഴിക്കാനൊന്നുമില്ല, പോകുന്ന വഴിയിൽ കൊണ്ടുപോകണം. ഏത് ക്ഷേത്രത്തിൽ കയറിയാലും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പാവയ്ക്കായുടെ കയ്യിൽ വെച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഏത് ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിച്ചാലും ഈ പാവയ്ക്കായും ആ വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കണം. എന്നിട്ട് തിരിച്ചു കൊണ്ടുവരണം, കളയരുത്. അപ്പോൾ ഭർത്താവ് തീർത്ഥാടനത്തിന് പോയി പാവയ്ക്കയും കൊണ്ടുപോയി. അയാൾ പോയ ക്ഷേത്രത്തിലൊക്കെ പാവയ്ക്ക ഭാണ്ഡത്തിൽ നിന്നും എടുത്ത് കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു. അയാൾ മുങ്ങിക്കുളിച്ച ക്ഷേത്രങ്ങളിലൊക്കെ പാവയ്ക്ക വെള്ളത്തിൽ മുക്കിയെടുത്തു. ഭദ്രമായി അത് തിരികെ കൊണ്ടുപോകും. വന്ന് പിറ്റേന്ന് ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ അയാളിരിക്കുമ്പോൾ ചോറിന് കറി, പാവയ്ക്ക കറി, തോരൻ, പാവയ്ക്ക തോരൻ, മെഴുക്ക് പുരട്ടി, പാവയ്ക്ക മെഴുക്ക് പുരട്ടി. ഇയാൾക്ക് ദേഷ്യം വരാതിരിക്കുന്നു. ഈ തീർത്ഥാടനം കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ, ആദ്യത്തെ ഭക്ഷണമാണ്. ഇയാൾ ജന്തു അടിയത്. അവൾ പറഞ്ഞു, ഇത് പാവയ്ക്ക, എനിക്ക് പാവയ്ക്ക ഇഷ്ടമല്ല, നിനക്കറിയത്തില്ല. ഇത് ചന്തയിൽ നിന്ന് മേടിക്കുന്ന സാധാ പാവയ്ക്കൊന്നുമല്ല, തീർത്ഥാടനത്തിന് പോയി എല്ലാ കയ്പും പോയ പാവയ്ക്കയാണ്. എല്ലാ കയ്പും പോയ ഒന്നാന്തരം രുചിയുള്ള പാവയ്ക്ക. അയാൾ രുചിച്ച് നോക്കിയപ്പോഴും ഒരു കയ്പും പോയിട്ടില്ല, എല്ലാ കയ്പും ഉണ്ട്. ഈ പാവയ്ക്ക തീർത്ഥാടനം നമ്മുടെ ഒരു സ്വഭാവമാണ് എന്ന് തിരിച്ചറിയുക. പാവയ്ക്ക തീർത്ഥാടനം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. യാതൊരു മാറ്റവുമില്ലാതെ നമ്മളിപ്പോഴും അവശേഷിക്കുകയാണ്. യാതൊരു മാറ്റവുമില്ലാതെ ഇങ്ങനെ തുടരുകയാണ്. ദൈവം നമുക്ക് നൽകുന്ന വലിയ കരുതലും സ്നേഹവും. അവൻ ഇമ്മാനുവേലാണ്. അവൻ നമ്മളോടൊപ്പം വസിക്കുന്നവനാണ്, നമ്മളെ കരുതുന്നവനാണ്, കാക്കുന്നവനാണ്. ബൈബിളിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യങ്ങളിൽ ഒന്ന് യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 4-ാം വാക്യമാണ്. അതിലെ ആശയം ഇങ്ങനെയാണ്. ദൈവം പ്രവാചകനോട് പറയുന്നു, അധ്യായം 43 വാക്യം 4: നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും ബഹുമാന്യനും ആകുന്നു. നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും ബഹുമാന്യനും ആകുന്നു. ഈ ബഹുമാന്യൻ എന്നുള്ളൊരു വാക്കാണ് ഞാൻ പ്രധാനമായിട്ട് എടുക്കുന്നത്. അതെത്ര ആലോചിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ദൈവം മനുഷ്യനോട് പറയുകയാണ്, നീ എനിക്ക് ബഹുമാനപ്പെട്ടവനാണ്. നിങ്ങളിവിടെ സൺഡേ സ്കൂൾ വാർഷികം നടത്തിയാൽ വിശിഷ്ടാതിഥിയായ ഒരാളെ വിളിച്ചാൽ സ്വാഗതം പറയുന്ന ആൾ പറയും, ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി. തിരുമേനി വന്നാൽ അഭിമന്യ പിതാവേ, വികാരിയച്ഛനെ നമ്മൾ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, നമ്മൾ ഭയങ്കര ബഹുമാനം കൊടുക്കുക. സ്കൂളിൽ അധ്യാപകരോട് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ബഹുമാനപ്പെട്ട അധ്യാപകരെ. എന്നാൽ ഇത് നേരെ ഓപ്പോസിറ്റാണ്. ദൈവം പറയുകയാണ് തിരിച്ച്, നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നു. ദൈവം പറയുകയാണ്, നീ എനിക്ക് ബഹുമാനപ്പെട്ടവനാണ്, നീ എനിക്ക് ബഹുമാനപ്പെട്ടവനാണ്. ദൈവം പറയുകയാണ്. നമ്മൾ ധ്യാനിക്കേണ്ട വിഷയം. ഈ അടുത്ത സമയത്താണ് എനിക്കത് അതിൻ്റെ ഒരു ആഴം മനസ്സിലായത്. അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവസാന സമയത്തൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ക്ലാസ്സിൽ ചെന്നിട്ട് പിള്ളേരോട് ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ എന്നൊന്ന് പറഞ്ഞാലും
ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയാൻ പറ്റിയിട്ടില്ല, പറയാൻ തോന്നത്തില്ല. കാരണം അമ്മ നമ്മുടെ തലയിൽ കയറും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. കോളേജിൽ നിന്ന് പിള്ളേരുടെ ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പലിന് വിരുദ്ധ വില നമ്മൾ പറയില്ല. ദൈവം ഇവിടെ പറയുക, നീ എനിക്ക് ബഹുമാനപ്പെട്ടവനാണ്. എത്ര മനോഹരമായ ചിന്തയാണ്. യെശയ്യാപ്രവചനം 49:5. യെശയ്യാപ്രവചനം അധ്യായം 49 വാക്യം 5. ഇവിടെ പറയും, നിന്നെ ഞാൻ ആദരിക്കുന്ന ദൈവമാണ്. നമ്മൾ വിശിഷ്ടാതിഥികളെയൊക്കെയാണ് പൊന്നാട അണിയിച്ച് ആദരിക്കുന്നത്. ദൈവത്തോട് പറയുന്നു, ഞാൻ നിന്നെ ആദരിക്കുന്ന ദൈവം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 12 വാക്യം 26. ഈശോ പറയുന്നു, എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ദൈവം നമ്മളെ ബഹുമാനിക്കുന്നു. അങ്ങനെ നമ്മളെ കരുതുന്ന ഒരു ദൈവം, എമ്മാനുവേലായ ഒരു ദൈവം. പക്ഷേ അഹങ്കരിച്ച് ധൂർത്തപുത്രനെ പോലെ എന്നതിന് പകരമായി മൂത്തപുത്രനെ പോലെ മാറി നിൽക്കുന്ന പാരമ്പര്യവാദികളായ ക്രിസ്ത്യാനികൾ. ഇതാണ് നമ്മുടെ വിശേഷം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാമത്തെ വചനം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാം വചനം. നിങ്ങളിലെ വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ഇന്ന് ഏത് വാക്യം പറഞ്ഞാലും ഇത് മറക്കരുത്. ദൈവം പറയുന്നു, നിങ്ങളിലെ വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 20-ാം വചനം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 20-ാമത്തെ വചനം. സാംസനെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ്. അവിടെ പറയുന്നു, കർത്താവ് അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. കർത്താവ് അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. അതെന്തോ ഒരു ദുര്യോഗമാണ്. ദൈവം അവനെ വിട്ടുപോയി, പക്ഷെ അവനത് അറിഞ്ഞില്ല. ദൈവം വിട്ടുപോയത് വലിയ പോരായ്മ. അതിനേക്കാൾ വലിയ പോരായ്മയാണ് നമ്മളത് അറിയാതിരിക്കുന്നത്. അതതിനേക്കാൾ വലിയ പോരായ്മയാണ്. പ്രിയമുള്ളവരെ, പാപബോധത്തിൻ്റെ വലിയ അനുഭവത്തിലേക്ക് ദൈവാത്മാവിനെ ക്ഷണിക്കുകയാണ്. മൂത്തപുത്രൻ്റെ അനുഭവത്തിൽ നിന്ന് ധൂർത്തപുത്രൻ്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാനം, അത് അനുതാപത്തിലൂടെയാണ് സംഭവിക്കേണ്ടത്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഈശോ കടൽ തീരത്ത് നിന്നുകൊണ്ട് ജനക്കൂട്ടത്തെ പഠിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം എന്ന് പറയുമ്പോൾ അത് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ തുടക്കമാണ്. അവിടെ ഈശോ കടൽ തീരത്ത് നിൽക്കുമ്പോൾ ശിമയോനും കൂട്ടുകാരും ഒക്കെ മീൻ പിടിച്ചിട്ടിങ്ങനെ വരികയാണ്. വന്നപ്പോൾ ഈശോ ശിമയോനോട് പറഞ്ഞു, ആ വള്ളം ഇങ്ങോട്ട് നീക്കിയിട്ട് ഞാൻ അതേ രീതിയിൽ നിന്ന് പഠിപ്പിക്കട്ടെ. ശിമയോൻ വള്ളം നീക്കിയിട്ട് കൊടുത്തു. ഈശോ അതിൽ കയറിയിരുന്നു. ആളുകൾ കടലിന് അഭിമുഖമായിരുന്നു. ഈശോ അവരെ പഠിപ്പിച്ചു. ഈ സമയത്ത് പത്രോസ് എന്ത് ചെയ്തതാണ്? ശിമയോൻ എന്ത് ചെയ്തതാണ്? അത് ബൈബിളിലൊന്നും പറയുന്നില്ല. 3 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ ആ വള്ളത്തിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് ഈശോ ക്ലാസ് എടുക്കുമ്പോൾ യേശുവിൻ്റെ അടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ 2, വള്ളത്തിൽ നിന്നിറങ്ങി ആൾക്കൂട്ടത്തിൽ മുമ്പിൽ വന്നിരിക്കണം.
അല്ലെങ്കിൽ 3 വള്ളം കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകും. ഈ 3-ലേതെങ്കിലും ഒന്നാണ് സംഭവിക്കാൻ സാധ്യത കൂടുതൽ രണ്ടാമത്തേതിനാണ്. ഈശോയ്ക്ക് വള്ളം കൊടുത്തിട്ട് പിന്നെന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി കരയിലെ ആളുകളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നു. ഈശോ ക്ലാസ് എടുത്തു, ജനത്തെ പഠിപ്പിച്ചു. ക്ലാസ് കഴിഞ്ഞു, ആളുകളൊക്കെ പിരിഞ്ഞുപോയി. ഈശോ വള്ളത്തിൽ നിന്നും ഇറങ്ങി തീരത്തേക്ക് ഇറങ്ങി. തീരത്തിരുന്ന ശിമയോൻ വള്ളത്തിലേക്ക് കയറി. അപ്പൊ ഈശോ ശിമയോനോട് പറഞ്ഞു, അവിടെ വലത്തുവശത്ത് വലയിറക്കുക എന്ന് പറഞ്ഞു. രാത്രി മുഴുവൻ മീൻ പിടിച്ചിട്ട് വന്നാൽ ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെ മീൻ കിട്ടത്തില്ലെന്ന് വലിയ മുക്കുവനായ ശിമയോന് നന്നായിട്ട് അറിയാം. എന്നാലും തൻ്റെ വള്ളത്തിലിരുന്ന് പഠിപ്പിച്ച അവനിലൊരു ദൈവിക പരിവേഷമുണ്ടെന്നൊക്കെ തോന്നിയത് കൊണ്ട് ഈശോ പറഞ്ഞതനുസരിച്ച് ശിമയോൻ അവിടെ വലയിറക്കി. അത്ഭുതകരമായിട്ട് മീൻ കിട്ടി, നിറയെ മീൻ. അങ്ങനെ മീൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ശിമയോൻ എഴുന്നേറ്റ് നിന്ന് കടൽ തീരത്ത് നിൽക്കുന്ന യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ, നീ എന്നിൽ നിന്നും അകന്നു പോകണമേ. എന്തെന്നാൽ ഞാൻ പാപിയായ മനുഷ്യനാകുന്നു. അതുവരെയും ശിമയോൻ അങ്ങനെ തോന്നിയില്ല താൻ പാപിയാണെന്ന്. വള്ളം ചോദിച്ചപ്പോൾ ഈ വള്ളത്തിൽ നീ കയറണ്ട, ഞാൻ പാപിയായ മനുഷ്യനാണ് എന്ന് ശിമയോൻ പറഞ്ഞില്ല. ആ വള്ളം വിട്ടുകൊടുത്തു, വള്ളത്തിൽ ഈശോ പഠിപ്പിച്ചു. ആ സമയം മുഴുവൻ ശിമയോൻ കൂളായിട്ടിരുന്നതാണ്. അത്ഭുതകരമായി മീൻ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ശിമയോന് മനസ്സിലായത്, തൻ്റെ വള്ളത്തിലിരുന്ന് പഠിപ്പിച്ചത്, തന്നോട് ഇവിടെ വലയിറക്കാൻ പറഞ്ഞത് സാധാരണക്കാരനല്ല, ദൈവമാണ് എന്ന് ശിമയോന് ബോധ്യപ്പെട്ടത് അപ്പോഴാണ്. അതുവരെ അവനൊരു ഒരു മനുഷ്യൻ, അങ്ങനെയാണ്. ഇവൻ ദൈവമാണ് എന്ന് തിരിച്ചറിയുന്നത് ഈ അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോഴാണ്. അതുകൊണ്ടാണ് ശിമയോൻ ഉടനെ ഈശോയെ കർത്താവേ എന്ന് വിളിക്കും. ഇവനാ വിളിച്ചത് കർത്താവേ, ദൈവത്തെയാണ് കർത്താവ് എന്ന് വിളിക്കുന്നത്. ഇവൻ ദൈവമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ശിമയോൻ പറഞ്ഞു, ഞാൻ പാപിയാണ്, നീ അകന്നു പോവുക. ദൈവത്തിൻ്റെ സാമീപ്യമാണ് നമ്മിലെ കുറവുകളെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് നൽകുന്നത്. അവൻ ദൈവമാണ് എന്നുള്ള തിരിച്ചറിവില്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ മാന്യനാണ്, ഒരു കുറവുമില്ലാത്തവനാണ് എന്ന മട്ടിൽ നമ്മൾ ജീവിക്കുന്നത്. അവൻ ദൈവമാണ്, ആ ദൈവം എനിക്ക് സമീപസ്ഥനാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മിലെ കുറവിനെ കുറിച്ചുള്ള വലിയ വെളിപ്പെടുത്തലുകൾ നമുക്ക് നൽകും. പ്രിയമുള്ളവരെ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇതൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെയൊക്കെ വീടുകൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇടങ്ങളാണ്. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എൻ്റെ വീട്ടിൽ ദൈവ സാന്നിധ്യമില്ല എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ ഉടനെ വികാരിയച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറയും, വീട്ടിലേക്ക് വരണം, വീടൊന്ന് കൂദാശ ചെയ്യണം, എന്തൊക്കെയോ പോരായ്മകൾ കുറവുകളൊക്കെ ഉണ്ടാവില്ലേ. അച്ഛൻ വന്ന് വീട് കൂദാശ ചെയ്ത് ധൂപക്കുറ്റിയൊക്കെ വീശി വെള്ളമൊക്കെ തളിച്ച് ദൈവ സാന്നിധ്യത്തിൻ്റെ ഭവനമാക്കി മാറ്റും. യേശുവിൻ്റെ സാന്നിധ്യമുള്ള വീടുകളാണ് നമ്മുടെ എല്ലാ വീടുകളും. എന്നാൽ ഭൂരിപക്ഷം വരുന്ന ക്രിസ്തീയ കുടുംബങ്ങളിലും വസിക്കുന്ന ദൈവം സന്തോഷത്തിൻ്റെ ദൈവമല്ല, കരയുന്ന ദൈവമാണ്. യേശുവിൻ്റെ ധാരാളം പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, വ്യത്യസ്തങ്ങളായ ധാരാളം ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് കരയുന്ന യേശുവിൻ്റെ ഒരു ചിത്രം. ഞാൻ വളരെ ചുരുക്കം വീടുകളിൽ അത് കണ്ടിട്ടുണ്ട്, കരയുന്ന യേശുവിൻ്റെ പടം വീട്ടിൽ വെച്ചിരിക്കുന്നത്. ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ അവൻ കണ്ണുനീർ പൊഴിച്ചു. ഒലിവുമലയിലിരുന്നു കൊണ്ട് ജെറുസലേം ദേവാലയത്തിലേക്കും ജെറുസലേം പട്ടണത്തിലേക്കും നോക്കി, ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ തകർക്കപ്പെടേണ്ട പട്ടണമാണിത് എന്നോർത്ത് ഈശോ നെടുവീർപ്പെട്ടു. കരയുന്ന ഒരു ഈശോ. നമ്മുടെ കുടുംബങ്ങളിൽ
നമ്മളെ അസ്വസ്ഥപ്പെടുത്തണം. കുടുംബത്തിലെ പാപകരമായ ജീവിതങ്ങളെ പ്രതി, കുടുംബാംഗങ്ങൾ തമ്മിലുള്ളതായ ബന്ധത്തിന്റെ തകർച്ചകളെ പ്രതി, അയൽപക്കങ്ങളുമായുള്ള ബന്ധത്തിന്റെ വികലതകളെ പ്രതി വേദനിക്കുന്ന, കരയുന്ന, കണ്ണുനീരൊഴുക്കുന്ന ഒരു ദൈവമാണ് ഭൂരിപക്ഷം വരുന്ന ക്രിസ്തീയ കുടുംബങ്ങളിലും വസിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളിൽ എത്ര പേർക്ക് ചങ്കുറപ്പോടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ പറ്റും, എൻ്റെ വീട്ടിൽ വസിക്കുന്ന ദൈവം സന്തോഷത്തിന്റെ ദൈവമാണ് എന്ന്? എനിക്ക് വേദനകൾ ഉണ്ടാകുമ്പോൾ ഈ ദൈവത്തിന്റെ അടുത്ത് ചെന്നിട്ടാണ് എൻ്റെ വേദന മാറ്റി തരണമേ, എൻ്റെ കണ്ണുനീരപ്പണമേ, എനിക്ക് ആശ്വാസം തരണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ജീവിതത്തെ പ്രതി, എൻ്റെ കുടുംബത്തെ പ്രതി, എൻ്റെ കുടുംബാംഗങ്ങളുടെ ജീവിതങ്ങളെ പ്രതി ഈ ദൈവം വേദനിക്കുന്ന ദൈവമാണെങ്കിൽ, ഈ ദൈവം കരയുന്ന ദൈവമാണെങ്കിൽ, ഈ ദൈവം കണ്ണുനീരൊഴുക്കുന്ന ദൈവമാണെങ്കിൽ, ഈ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് എൻ്റെ വേദന മാറ്റണമേ, എൻ്റെ കണ്ണുനീരൊപ്പണമേ, എന്നെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ധാർമ്മികമായ അവകാശം നമുക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അവൻ എമ്മാനുവേലാണ്, നമ്മളോടൊപ്പം വസിക്കുന്നവനാണ്. പക്ഷേ അവനെ സന്തോഷത്തിന്റെ ദൈവമായി നമ്മുടെ ഹൃദയങ്ങളിൽ കുടിയിരുത്താൻ, നമ്മുടെ ഭവനങ്ങളിൽ കുടിയിരുത്താൻ, നമ്മുടെ ജീവിതങ്ങളിൽ കുടിയിരുത്താൻ നമുക്ക് കഴിയണം. ഇതിങ്ങനെ പാവയ്ക്കാ തീർത്ഥാടനം നടത്തി നമ്മളിങ്ങനെ പോവുകയാണ്. എല്ലാ ആത്മീയ ശുശ്രൂഷകളും നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. ഒന്നും നമ്മളെ യാതൊരു വിധത്തിലും ആത്മീയമായി മാറ്റുന്നില്ല എന്നുള്ള വേദനിപ്പിക്കുന്ന സത്യം. പാവയ്ക്കാ തീർത്ഥാടനം. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുക. ദൈവത്തിൻ്റെ വലിയ സ്നേഹം അവിടുന്ന് വെളിപ്പെടുത്തുന്നത്, അവിടുത്തെയുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ട് അവൻ നമുക്ക് നൽകുന്ന അടയാളം അവൻ നമ്മളോടൊപ്പമുണ്ട്, എമ്മാനുവേലാണ് എന്നുള്ളതാണ്. ആ വലിയ സ്നേഹവും സാന്നിധ്യവും നമ്മൾ തിരിച്ചറിയണം. പക്ഷേ പലപ്പോഴും മൂത്തപുത്രനെ പോലെ മാറി നിൽക്കുന്ന, അഹങ്കരിക്കുന്ന, ഒന്നും എന്നെ സ്പർശിക്കുന്ന കാര്യമല്ല എന്ന മട്ടിൽ നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും പാപികളും വേശ്യകളും സ്വർഗരാജ്യത്തിൽ പോകും എന്ന് ഈശോ പറഞ്ഞത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തണം. നമ്മുടെ ജീവിതങ്ങളിൽ പാപബോധത്തിൻ്റെ അനുഭവം ഉണ്ടാകേണ്ടത് ഈ ദൈവ സാന്നിധ്യത്തിൽ നിന്നാണ്. ദൈവത്തിൻ്റെ വിശുദ്ധിയെ സമീപിക്കുമ്പോഴാണ് നമ്മുടെ അശുദ്ധിയെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നത്. പ്രവാചകൻ കണ്ട ദർശനമുണ്ടല്ലോ, സ്വർഗത്തിന്റെ മഹത്വം ഇവയൊക്കെ കണ്ടു കഴിയുമ്പോൾ യെശയ്യാ പ്രവാചകൻ അറിയാതെ പറയും, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ ജീവിക്കുന്നവനുമാകുന്നു എന്ന്. അതെ, അതിനാൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഹെസക്കിയ എന്ന രാജാവിനെ കുറിച്ച് പറയുന്ന 2 വാചകങ്ങൾ. പല വാക്യങ്ങളുണ്ട്, അതിലെ 2 അതിങ്ങനെയാണ്: അവൻ കർത്താവിനോട് ഒട്ടി. ഹെസക്കിയ രാജാവിനെ കുറിച്ച് പറയുകയാണ്, അവൻ കർത്താവിനോട് ഒട്ടി. അവൻ്റെ എല്ലാ ഉദ്യമങ്ങളും അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കി. അവൻ്റെ എല്ലാ ഉദ്യമങ്ങളും അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കി. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയട്ടെ. അവൻ എമ്മാനുവേലാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളെ നീക്കുവാനും നമ്മുടെ പാപബോധത്തിൻ്റെ അനുഭവത്തിലേക്ക് വളരുവാനും നമ്മെ സഹായിക്കട്ടെ. പാവയ്ക്കാ തീർത്ഥാടനങ്ങൾ നിർത്തിയിട്ട് പുതിയ മനുഷ്യരാകുവാൻ, മാറ്റത്തോടെ ദൈവസന്നിധിയിലേക്ക് ഇറങ്ങി വരുവാൻ നമുക്ക് കഴിയട്ടെ. അവൻ്റെ ഹൃദയം സ്നേഹത്തിൻ്റെ, ആർദ്രതയുടെ ഹൃദയം, ആ വലിയ സ്നേഹത്തിൻ്റെ തിരുഹൃദയത്തിൻ്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ സ്നേഹം സ്വീകരിക്കുവാനും, ആ സ്നേഹം പങ്കുവയ്ക്കുവാനും, ആ സ്നേഹത്തിൽ നിലനിൽക്കുവാനും നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ
മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചത് നിന്റെ വലിയ സ്നേഹമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ സ്നേഹത്തിന് അനുസൃതമായി ആർദ്രതയുള്ള ഹൃദയത്തോടെ നിന്റെ സന്നിധിയിലേക്ക് വരുവാനും നിന്റെ സ്നേഹം പങ്കുവയ്ക്കുവാനും നിന്റെ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷത്തിൻ്റെ അനുഭവമാക്കി തീർക്കണമേ. അനുതാപത്തോടെ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ. നിന്റെ സാന്നിധ്യം, നിന്റെ വിശുദ്ധി ഞങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചുള്ള വലിയ വെളിപ്പെടുത്തലാക്കി മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അശുദ്ധരായ ഞങ്ങൾ, അശുദ്ധമായ അധരങ്ങളുള്ളവരായ ഞങ്ങൾ നിന്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഇതാ ഇരുകരങ്ങളും നീട്ടി നിൽക്കുന്നു. ഞങ്ങളോട് കരുണയായിരിക്കണമേ. മനസ്സരിവിൻ്റെ ദൈവമേ, ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനത്തിൻ്റെ നിറവ് ഞങ്ങൾക്ക് നൽകണമേ. നിന്നെ മറന്നു ജീവിക്കുന്ന എല്ലാ മക്കളെയും അനുതാപത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹം തിരിച്ചറിയുവാൻ, നിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ, ഞങ്ങളുടെ ഭാരങ്ങൾ നിന്റെ സന്നിധിയിൽ ഇറക്കി വെച്ച് ആശ്വാസം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ ഞങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളിച്ചെയ്ത ദൈവമേ, നിന്റെ കരുണയുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ. നല്ല മനുഷ്യരായി ജീവിക്കുവാൻ, നിനക്ക് ഏറ്റവും സ്നേഹമുള്ള മക്കളായി ജീവിക്കുവാൻ, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി ജീവിക്കുവാൻ ഈ കൂട്ടായ്മയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും തിരുസന്നിധിയിൽ വയ്ക്കുന്നു. പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അവിടുന്ന് കൃപയോടെ കേൾക്കണമേ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും നാം എല്ലാവരുടെ മേലും, നമ്മുടെ കുടുംബങ്ങളുടെ മേലും, കൂട്ടായ്മയുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നന്ദിയുടെ ഒരു വാക്ക് നാം ഇവിടെ തീർത്തോളാം. അച്ഛനെ വളരെ മനോഹരമായിട്ട് ഇമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ എന്നുള്ള ആ ഒരു സന്ദേശം ഈ രാത്രിയിൽ വളരെ മനോഹരമായിട്ട് വിശുദ്ധ ബൈബിളിൻ്റെയും സംഭവങ്ങളുടെയും കഥകളുടെയും ഒക്കെ വെളിച്ചത്തിൽ നമുക്ക് പങ്കുവെച്ചു. വലിയ ഒരു അനുഭവമായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛ. ഇത്രയും ത്യാഗം അനുഭവിച്ച് ഇവിടെ വന്ന് ഇത്രയും മനോഹരമായ ഒരു പ്രസംഗം ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ദൂത് നൽകിയതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം അച്ഛനുണ്ടാകട്ടെ. കൂടുതൽ അച്ഛനെ ദൈവം കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളെയും സ്വർഗം മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലൂടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ദൈവം